എങ്ങനെയാണ് ഷോൾഡർ പ്രസ് ഇമ്പ്രൂവ് ചെയ്യുന്നത്, അതേപോലെ ഒപ്റ്റിമൈസ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. എല്ലാവരും ചെയ്യുന്നത് ഇങ്ങനെ കൈ വെച്ചിട്ട് സ്ട്രൈറ്റ് ആയിട്ട് പൊക്കുന്നു. പക്ഷെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്കാപ്പുലർ പ്ലെയിനിൽ കൂടെ പുഷ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോൾഡർ ഇങ്ങനെ വെക്കുന്നതിന്റെ പകരം സ്ലൈറ്റ്ലി ഒന്ന് നമ്മൾ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക, എന്നിട്ട് പുഷ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല കുറച്ചുകൂടെ ഒപ്റ്റിമൈസ് ചെയ്യും. നമ്മൾ ഇങ്ങനെ ഇതേപോലെ നോർമലി ചെയ്യുമ്പോൾ അതൊരു തെറ്റെന്നോ അല്ലെങ്കിൽ മിസ്റ്റേക്ക് ആണെന്നോ അല്ല. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ ഒപ്റ്റിമൈസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കൈയുടെ ആംഗിൾ കുറച്ച് ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് സ്കാപ്പുലർ പ്ലെയിനിലൂടെ പുഷ് ചെയ്യാൻ പറയുന്നത്. ഈ സ്കാപ്പുലർ പ്ലെയിൻ പൊസിഷൻ ഒരിക്കലും ഒരു ഫിക്സ്ഡ് പൊസിഷൻ അല്ല, ഒരു ഇൻഡിവിജ്വലിനെ അത് വേരി ചെയ്ത്. അടുത്ത സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മളെ ഫോർആംസിന്റെ പൊസിഷൻ. ഫോർആംസിന്റെ പൊസിഷൻ ഈ മസിൽ ആക്ടിവേഷന് വലിയൊരു റോളാണ് ചെയ്യുന്നത്. ഫോർആം പൊസിഷൻ നമ്മളിപ്പം പുഷ് ചെയ്തിട്ട് താഴോട്ട് വന്ന സമയത്ത് ഇൻവാർഡാണ് നമ്മൾ ഡൗൺ ചെയ്യുന്നതെങ്കിൽ ഇത് നമ്മൾ ട്രൈസെപ്സ് ഫ്ലെക്സ് ആണ്. അപ്പോൾ ഇതൊരു ഷോൾഡർ ട്രൈസെപ്സ് എക്സസൈസ് ആണ്. അടുത്ത് നമ്മൾ പുഷ് ചെയ്യുന്ന സമയത്ത് ഔട്ട്വേർഡ് ആണ് ചെയ്യുന്നതെങ്കിൽ ഇത് നമ്മളെ എൽബോ എക്സ്റ്റൻഷൻ ആണ്. അപ്പൊ എക്സ്റ്റൻഷൻ ചെയ്യുന്ന സമയത്ത് അപ്പൊ അതൊരു ഷോൾഡറും ബൈസെപ്സ് വർക്കൗട്ട് ആണ്. സോ എങ്ങനെയാണ് ഒപ്റ്റിമലായിട്ട് നമ്മളെ ഡെലിറ്റ് വർക്കൗട്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ ഫോർആംസ് മാക്സിമം പാലിലേക്ക് നിർത്താൻ നോക്കാം. എന്ന് പറഞ്ഞാൽ നമ്മളെ റിസ്റ്റും നമ്മൾ ഫോർആംസ് കറക്റ്റ് പാലിൽ അലൈൻ ചെയ്ത് നിൽക്കണം. പിന്നെ ഇതേ പൊസിഷനിൽ മാക്സിമം നമ്മൾ അലൈൻ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഡെലിറ്റ് കൂടുതൽ ഒപ്റ്റിമൈസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യണം.